Magic morning. Morning. ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാല്ലേ, സെഷനിലേക്ക് പോവാല്ലോ അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? Yes. യെസ്, ഓക്കെ. അപ്പം ഇന്ന് ശ്രീലക്ഷ്മി മാമിന്റെ, അതായത് JCI ഇന്ത്യ നാഷണൽ ട്രെയിനർ ആയിട്ടുള്ള ശ്രീ രശ്മി മാമിന്റെ സെഷനാണ് വരുന്നത്. സോ അപ്പം സിസ്റ്റം യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അല്ലേ? കീബോർഡ് ഉണ്ടാവും കൺട്രോള്, ആൾട്ട്, ആക്ട്, ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. സോ മാമിന്റെ ടോപ്പിക്കും വരുന്നതും അത് തന്നെയാണ്. അപ്പം ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് എന്താണ് നമുക്ക് ഷെയർ ചെയ്ത് തരാനുള്ളത് എന്നുള്ളത് നമുക്ക് തന്നെ വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ രശ്മി മാഡത്തെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം, പ്ലീസ് വെൽക്കം. ഹലോ. വന്നിട്ടില്ലേ? യെസ്, വന്നിട്ടുണ്ട്. Okay. Just a minute. Okay. Am I audible? Yeah. Go. Good morning, all. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മാജിക് മോർണിംഗ് ആണ് എനിക്ക് ഇന്നത്തെ ദിവസം ശരിക്കും ആ ഒരു മെഡിറ്റേഷൻ ആ ഒരു സാധ്യത കൂടി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഓരോ ദിവസവും നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഭയങ്കര സ്ട്രെസ്സോട് കൂടിയായിരിക്കും പലപ്പോഴും എല്ലാ ദിവസവും രാവിലെകളിൽ എഴുന്നേൽക്കുന്നത്. അപ്പൊ ഈ ഒരു മെഡിറ്റേഷൻ കിട്ടുന്ന സമയത്ത് ഭയങ്കര ഒരു റിലീഫ് ഫീൽ ചെയ്യാണ്. എന്തായാലും ഈ ഒരു അവസരം എനിക്ക് വേണ്ടി തന്നതിനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ടോപ്പിക്ക് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് ഓൾട്ട് പ്ലസ് ആക്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു കാര്യം ഫോർമാറ്റ് ചെയ്യുക, നമ്മൾ പെട്ടെന്ന് നമ്മുടെ സിസ്റ്റം ഫോർമാറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഒന്ന് ഫ്രീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? ഞാൻ വെറുതെ പറയുന്ന പോലെ നിങ്ങളുടെ ഒരു ഇന്ററാക്ഷനോട് കൂടി ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അപ്പൊ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള രീതിക്ക് തന്നെ തുടങ്ങുകയാണ്. നമ്മുടെ സിസ്റ്റത്തില് നമുക്ക് എന്തെങ്കിലും നമ്മൾ ഹാങ് ആകുന്ന സമയത്താണ് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കീസാണ് ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് ഡിലീറ്റ്. സപ്പോസ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതം നമ്മൾ ഒരു ദിവസത്തിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഫ്രീസ് ആയതുപോലെ തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റക്കായി പോയി, അങ്ങനെ ഒരു കാര്യം നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ടല്ലേ? പലപ്പോഴും നമ്മൾ ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മൾ സ്റ്റക്കായി പോയതുപോലെ തോന്നിയിട്ടില്ല. ചിലപ്പോൾ മറ്റുള്ളവരുടെ, നമുക്ക് പ്രിയപ്പെട്ടവരുടെ വേർപാടാവാം, അതല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ നമുക്ക് നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ജീവിതം ഫ്രീസായി പോയി എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു 3 മാജിക്കൽ കീസ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾ അതിന്റെ ഒരു മാജിക്കൽ കീസ് ആയിട്ട് എടുക്കുക? നമ്മുടെ ജീവിതത്തിലെ എന്ത് കാര്യങ്ങളായിരിക്കും നമ്മളൊരു 3 മാജിക്കൽ കീ ആയിട്ട് നമ്മൾ എടുക്കുക? അതെന്ത് ഫീലിംഗും ആവാം. Keep going. Very good. Keep going. എന്ത് സംഭവിച്ചാലും നമ്മൾ മുന്നോട്ട് പോകണം. എന്താ സർ?
ബഷീർ സർ, കടന്നു പോകും. ഈ സമയവും കടന്നു പോകും. അപ്പൊ നമുക്ക് എപ്പോ വേണമെങ്കിലും സന്തോഷവും സങ്കടവും തോന്നാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എഴുതിയ ഒരു വാക്യം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന സാധനമാണ് ഈ സമയവും കടന്നു പോകും. പിന്നെ വേറെ Everything happens for a reason. സർ, Everything happens for a reason. എവറിത്തിങ് വിൽ ഹാപ്പൻ ഫോർ എ റീസൺ. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തോ ഒരു കാര്യമുണ്ട്, അങ്ങനെയുള്ള ചിന്ത. ഇങ്ങനെ ഒരുപാട് പോസിറ്റീവ് ചിന്തകൾ. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇതും മറികടക്കും. ഇതും മറികടക്കും. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് വീണ്ടും ഒരു പ്രതീക്ഷ എന്നുള്ളൊരു കാര്യത്തിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകും. നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാവാം. അതല്ലെങ്കിൽ നമ്മൾ ക്ഷമ എന്നൊരു കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുണ്ടാവും. മറവി എന്നൊരു കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറെ കീസുകൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലപ്പോഴും ഫ്രീസായി പോയ ജീവിതങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നതും അതുപോലെ 3 കീസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് Alt + Control + Delete എന്നുള്ളതാണ്. അതിന് പകരം ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഞാൻ ഇവിടെ മാറ്റി ആക്ട് എന്നുള്ള സാധനം ആക്കുകയാണ്. ഈ ആക്ട് എന്നുള്ള സാധനം ഞാൻ പറയുന്നത് അതിന് നമുക്ക് മുന്നേ ആദ്യം നമുക്ക് ബാക്കി കാര്യം ഓൾട്ടും കൺട്രോളും ഓൾട്ടും ഡിലീറ്റും ഈ 3 കീകളെ കുറിച്ചിട്ടാണ് നമുക്ക് പറയേണ്ടത്. സപ്പോസ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും നേരത്തെ പറഞ്ഞ ഈ സമയം കടന്നു പോകും എന്ന് പറഞ്ഞതുപോലെ ഈ കാര്യം പലപ്പോഴും ഒരു 3 കഥകൾ അല്ലെ 3 or 4 കഥകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തിലെ ഈ നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഫ്രീസായി പോയ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ലക്ഷ്മി അഗർവാൾ എന്നൊരു വ്യക്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ചിലപ്പോൾ ഒരു പിക്ചർ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന വ്യക്തിയായിരിക്കും. ദീപിക പദുക്കോൺ അഭിനയിച്ച ചപ്പക് എന്നൊരു മൂവി ഉണ്ട്. ആ ചപ്പക് എന്നുള്ള മൂവി ചെയ്തിരിക്കുന്നത് ലക്ഷ്മി അഗർവാളിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചപ്പക് എന്നുള്ള ഈ മൂവി ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാര്യം പറയുന്നതിന്റെ കാരണം 15ാമത്തെ വയസ്സിൽ ഒരു ആസിഡ് അറ്റാക്ക് നേരിടേണ്ടി വന്ന വ്യക്തിയാണ് ലക്ഷ്മി അഗർവാൾ എന്ന് പറയുന്നത്. ലക്ഷ്മിക്ക് 15ാമത്തെ വയസ്സിലെ ഈ ആസിഡ് അറ്റാക്ക് നേരിടേണ്ടി വന്നത് അവളുടെ പ്രണയം നിരസിച്ചതിന്റെ പേരിൽ 32 വയസ്സുകാരനായ ഒരാളുടെ അടുത്തുള്ള പ്രണയം നിരസിച്ചതിന്റെ പേരിലാണ് ലക്ഷ്മിക്ക് അങ്ങനെ ഒരു ആസിഡ് അറ്റാക്ക് നേരിടേണ്ടി വന്നത്. പലപ്പോഴും നമുക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? നമുക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്ന് വിചാരിക്കുക. ലക്ഷ്മിയുടെ ഈ ആസിഡ് അറ്റാക്ക് ഉണ്ടായ സമയത്ത് അവളെ റോഡിൽ നിന്ന് വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവളെ വണ്ടിയിലേക്ക് കയറ്റിയ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കാറിന്റെ സീറ്റ് അവളുടെ ദേഹത്തു നിന്ന് വന്ന ചൂട് കാരണം ഉരുകി ഒലിച്ചു എന്നാ പറയുന്നത്. ഹോസ്പിറ്റലിൽ എത്തിയ അവളുടെ അച്ഛൻ അവളെ വന്നു കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഷർട്ട് അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ഉരുകി ഒട്ടിപ്പിടിച്ചു. അത്രയും ചൂട് ദേഹത്തിൽ നിന്ന് ഒരു ആസിഡ് മുഖത്തേക്ക് ഒഴിക്കുന്ന സമയത്ത്, മുഖത്തേക്കും ദേഹത്തേക്കും ഒഴിക്കുന്ന സമയത്ത് മുഖത്തിന്റെ ഒരു ഭാഗം മുഴുവൻ ഉരുകി ഒലിച്ച് ഒരു സൈഡ് മുഴുവൻ ഉരുകി ഒലിച്ചു പോയിട്ടുണ്ട്. അത്രയും ചൂട് സഹിച്ച് 15ാമത്തെ വയസ്സിൽ 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി അനുഭവിച്ച കാര്യമാണ്. സാധാരണ ഒരു രീതിയിൽ നമ്മളൊക്കെയാണ് അങ്ങനെ ഒരു അറ്റാക്ക് ഏറ്റെടുക്കേണ്ടി വന്നെങ്കിൽ നമ്മുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും നമ്മുടെ ഒരു മാനസികാവസ്ഥ? If we face the same situation, what was our feelings? ഹെൽപ്ലെസ് ആയി പോകും. നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് സർവൈവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു റൂമിലോ
അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ മടിച്ചിട്ട് ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടും. ഇതായിരിക്കും നമ്മൾ ഡിപ്രസ്. ഷില മാം പറഞ്ഞതുപോലെ നമ്മൾ പലപ്പോഴും ഡിപ്രസ് ആയിട്ട് ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടിപ്പോവും. പക്ഷെ ലക്ഷ്മി ചെയ്തത് അതല്ല. അവള് ഇതിൽ നിന്ന് സർവൈവ് ചെയ്തത്, അതായത് അവളുടെ ആ മുറിവുകളിൽ നിന്ന് സർവൈവ് ചെയ്ത് വന്ന ഉടനെ തന്നെ അവൾ ചെയ്തത് കോടതിയിൽ ഒരു PIL ഫയൽ ചെയ്യണം. ആസിഡിന്റെ സെയിൽസ് ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ചെയ്തത് ഈ ഒരു PIL ഫയൽ ചെയ്തു. വെറും 16 വയസ്സ് പ്രായത്തിലാണ് അവൾ PIL ഫയൽ ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ അവളെ നിരാശപ്പെടുത്താൻ കൂടേണ്ടായിരുന്നു. നിന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല, ഇനി നിനക്ക് ഒരു ജീവിതമില്ല, എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു, നീ നേരത്തെ പറഞ്ഞതുപോലെ പിടിച്ച് നീ വെറുതെ ഒന്നിനും പോവാതെ ഇരിക്കണം എന്നുള്ള രീതിയിൽ പറയുകയാണ് ചെയ്തത്. പക്ഷെ ലക്ഷ്മി അപ്പൊ പറഞ്ഞ ഒരു വാക്കുണ്ട്, they can destroy only my face but not my future. എന്റെ മുഖം മാത്രമേ അവർക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുള്ളൂ, എന്റെ ഫ്യൂച്ചർ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാര്യം, ആ ഒരു ഇതോടുകൂടി അവള് PIL ഫയൽ ചെയ്തു, വിധി നേടി എടുക്കുകയും ചെയ്തു. ഇപ്പോ ആസിഡ് അറ്റാക്ക് സർവൈവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ലക്ഷ്മി പ്രവർത്തിക്കുന്നു. ഈ മുഖം ഒരു സ്ഥലത്ത് ഡിസ്ട്രോയ് ചെയ്ത് പോയിട്ട് പോലും ഒരുപാട് ഫാഷൻ വീക്കുകളിൽ, ഫാഷൻ റാമ്പ് വാക്കുകളിൽ അവൾ റാമ്പ് വാക്ക് ചെയ്യുന്നു, മോഡലായിട്ട് മാറി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഫസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും ആ പ്രശ്നത്തിനെ നമ്മുടെ ജീവിതത്തിൽ നടന്നു പോയി എന്ന് വിചാരിച്ച് മാറിയിരിക്കുന്നതിന് പകരം എന്തായാലും സംഭവിച്ചു, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം, ഇനി വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. കൺട്രോൾ യുവർ ഫീലിങ്സ് ആൻഡ് റെസ്പോണ്ട്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഫീലിങ്സുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാരണം നമുക്ക് നമ്മുടെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്താണ് നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇനിയുള്ള കാലത്ത് നമ്മുടെ ജീവിതം സന്തോഷപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു സാധനമാണ്, നമ്മുടെ ജീവിതത്തിൽ എന്ത് ഫീലിങ്സുകൾ ഉണ്ടായാലും അത് കൺട്രോൾ ചെയ്യാൻ പഠിക്കാം. ആ സാധനം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ വീണ്ടും ഒരുപാട് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇഫ് യു വാണ്ട് ടു ബി എ സക്സസ്ഫുൾ പേഴ്സൺ, ഫസ്റ്റ് കൺട്രോൾ യുവർ ഫീലിങ്സ് ആൻഡ് റെസ്പോണ്ട് കറക്റ്റ്ലി. ലക്ഷ്മിയുടെ ജീവിതം നമുക്ക് അതിനൊരു ഉദാഹരണമാണ്. ഇനി ഇതുപോലെ തന്നെ രണ്ടാമതൊരു വ്യക്തിനെ കുറിച്ച് പറയാം. കഫേ കോഫി ഡേ എന്ന് കേട്ടിട്ടുണ്ടോ? കഫേ കോഫി ഡേയുടെ ഇപ്പോഴത്തെ CEO ആരാ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മരിച്ചുപോയ ആളുടെ വൈഫ്. മാളവിക ഹെഗ്ഡെ എന്നാണ് ആ ലേഡിയുടെ പേര്. 2019 കഫേ കോഫി ഡേയുടെ CEO ആയിട്ടുണ്ടായിരുന്ന സിദ്ധാർത്ഥ്, ഇത് മാളവികയുടെ ഹസ്ബൻഡ്, സൂയിസൈഡ് ചെയ്യുന്ന സമയത്ത് കഫേ കോഫി ഡേയുടെ ഡെറ്റ് എത്രയാന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് ഊഹിച്ച് പറയാൻ പറ്റുമോ? 5,000 crores ആണ്. 5,000 5,000 crores അല്ല, 7,000 crores ആണ്. 7,000 crores. 7,000 കോടി രൂപ കടബാധ്യതയോടു കൂടിയാണ് സിദ്ധാർത്ഥ് സൂയിസൈഡ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഒരു സാധാ വീട്ടമ്മയായിരുന്ന, അത്രയും നാള് ഒരു സാധാ വീട്ടമ്മയായിട്ട് ഇരുന്ന വ്യക്തിയാണ് മാളവിക ഹെഗ്ഡെ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ നമ്മൾ ഓരോരുത്തരുമാണ് ആ സ്ഥാനത്തെങ്കിൽ നമ്മൾ പലപ്പോഴും ചെയ്തു പോകുന്നത്, പലപ്പോഴും ഈ കഥ പറയുന്ന സമയത്ത് ലേഡീസ് എല്ലാവരും പറയുന്നത് ഞാനും ആ കൂട്ടത്തിൽ പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. 2 ആൺകുട്ടികളെയും എന്നെയും തനിച്ചാക്കി അങ്ങനെ ഒരു സമയത്തേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ എനിക്ക് വേറൊന്നും ചെയ്യാനില്ല. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്വത്തുവകകളെല്ലാം വിറ്റ്
എങ്ങനെയെങ്കിലും നമുക്ക് ഈ ഒഴിവാക്കാൻ പറ്റുന്ന കടബാധ്യതകൾ ഒഴിവാക്കിയിട്ട് ജീവിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല. പക്ഷെ മാളവിക ചിന്തിച്ചത് അങ്ങനെയല്ല. എന്തായാലും എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്ന ഒരു ചിന്തയോടുകൂടി പലപ്പോഴും മാധ്യമങ്ങളും അവരുടെ ലെൻഡേഴ്സും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കമ്പനി ഇതോടുകൂടി പൂട്ടിപ്പോയി, ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല, ഞങ്ങളുടെ കടങ്ങൾ തിരിച്ചു കിട്ടില്ല, ഈ കമ്പനി ഇനി ഒരിക്കലും മുന്നോട്ട് വരില്ല. ഇതാണ് എല്ലാ മാധ്യമങ്ങളും എല്ലാ ലെൻഡേഴ്സും ഇവരെ കുറിച്ച് പറഞ്ഞത്. മാളവിക എന്ന് പറയുന്നത് അതുവരെ ജീവിച്ചത് വെറും ഒരു ഹൗസ് വൈഫായിട്ടാണ് ജീവിച്ചത്. ബിസിനസിനെ കുറിച്ചിട്ട് ഒന്നും അറിയാതിരുന്ന മാളവിക അവളുടെ ചിന്താഗതി മാറ്റി. ഷീ ചേഞ്ച് ഹർ പെർസ്പെക്റ്റീവ്. ഷീ alter her perspective. നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ സാധനം ഓരോന്നായിട്ട് അവൾ തിരിച്ചു പിടിച്ചു തുടങ്ങി. കഫേ കോഫി ഡേയുടെ വർക്കിംഗ് അല്ലാതിരുന്ന ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരുന്നു. ആ ഔട്ട്ലെറ്റുകളെ അങ്ങനെയുള്ള ഔട്ട്ലെറ്റുകളെ പൂട്ടിയിട്ട് അതല്ലാതെ കൃത്യമായിട്ട് വരുമാനം കിട്ടും എന്നുള്ള ഔട്ട്ലെറ്റുകൾ മാത്രം വർക്കിംഗ് ആക്കിക്കൊണ്ട് അതിലുണ്ടായിരുന്നു ഓരോ എംപ്ലോയീസിനെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാളവിക പതുക്കെ 2021 ഒന്നായപ്പോഴേ 2019 സിദ്ധാർത്ഥ സൂയിസൈഡ് ചെയ്യുന്നു. 2021 ആയപ്പോഴത്തേക്കും ഈ കമ്പനി ഏറ്റെടുത്ത് മെല്ലെ മെല്ലെ അതിലെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമല്ല, അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് അതിലുള്ള ഓരോ വ്യക്തിയെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ്ടും മുന്നിലേക്ക് കൊണ്ടുപോയി കഫേ കോഫി ഡേ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നു. ഇപ്പൊ കഫേ കോഫി ഡേയുടെ കടബാധ്യത എത്രയാണെന്ന് അറിയുമാർക്കിലും? മുഴുവൻ കടബാധ്യതയും തീർന്നിട്ടില്ല. വെറും 4 കൊല്ലം കൊണ്ട് കഫേ കോഫി ഡേയുടെ കഴിഞ്ഞ മാർച്ചിൽ വരുന്ന കണക്കനുസരിച്ചിട്ട് 500 കോടി രൂപയിൽ താഴെ മാത്രമാക്കി മാറ്റാൻ ആ കഫേ കോഫി ഡേയുടെ കടബാധ്യത ഓവർഡ്രാഫ്റ്റ് ഉൾപ്പെടെ 500 കോടി രൂപയിൽ താഴെ മാത്രമാക്കി മാറ്റാൻ മാളവികയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളെല്ലാവരും നമ്മൾ ചിന്തിക്കുന്നതിന് പകരമായി നമ്മൾ ഓരോരുത്തരും സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നതിന് പകരമായിട്ട് മാളവികയെ പോലുള്ള വ്യക്തികള് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നത്തെ എങ്ങനെ കൃത്യമായിട്ട് നേരിടാം എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അവളുടെ പേഴ്സ്പെക്റ്റീവ് എന്താണോ ആ പേഴ്സ്പെക്റ്റീവ് മാറ്റി ചിന്തിക്കുകയാണ് ചെയ്തത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാൻ, നമ്മൾ ഈ കഴിഞ്ഞ ജൂണിലൊക്കെ പേപ്പറിൽ വന്നൊരു കാര്യം ഉണ്ടായിരുന്നു. മുഹമ്മദ് ഷിഹാൻ എന്നുള്ള 16 വയസ്സുകാരൻ ഒരു വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കാലറീസ് കുറഞ്ഞ ഷുഗർ ഫ്രീസ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് ഉണ്ടാക്കിയതിനാണ് ഷിഹാന്, ഈ വെറും 16 വയസ്സുകാരന് അങ്ങനെ ഒരു നേട്ടം നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഒരു 16 വയസ്സുകാരൻ ഏത് സമയവും പാചകത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാര് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ വെറുതെ കളിച്ചു നടക്കുകയാണോ, പകരം പോയി പഠിക്കുക. ഷിഹാനും ഫാമിലിയും അവരുടെ പേഴ്സ്പെക്റ്റീവ് ഓൾട്ടർനേറ്റ് ചെയ്തു. അവൻ അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ ആ ഒരു കഴിവിൽ കൂടി എങ്ങനെ ഒരു വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിലേക്ക് ഒരു ചിന്ത കൊണ്ടുവന്നു. അങ്ങനെ ചിന്ത കൊണ്ടുവന്നതോടുകൂടിയാണ് അവന് വെറും 16-ാമത്തെ വയസ്സിൽ ഷുഗർ ഫ്രീ ആയിട്ടുള്ള കലോറി ഫ്രീ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ബിസ്ക്കറ്റുകൾ നിർമ്മിക്കാൻ പറ്റി എന്നൊരു വേൾഡ് റെക്കോർഡ് നേടിയെടുക്കാൻ പറ്റിയത്. നമുക്കും പലപ്പോഴും ഇതുപോലെ ഒരുപാട് കഴിവുകൾ നമുക്കുണ്ട്. നമ്മളെ ഇപ്പൊ വീട്ടിലിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് പാചകത്തിൽ ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളാരും ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നില്ല. അപ്പോ നെക്സ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ് ഓൾട്ടർനേറ്റ് യുവർ പെർസ്പെക്റ്റീവ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതം ഫ്രീസ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അന്നേരം നിങ്ങൾ ചിന്തിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ് ഓൾട്ടർനേറ്റ് യുവർ പെർസ്പെക്റ്റീവ്.
തേർഡ് വൺ പറഞ്ഞ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആക്ട്. നമ്മള് കോഴിക്കോട്, എൻ്റെ വീട് കോഴിക്കോടാണ്. അപ്പൊ കോഴിക്കോട് നമ്മൾ കുറച്ചു കാലം മുന്നേ ഏറ്റവും സങ്കടത്തോടു കൂടി കേട്ട ഒരു വ്യക്തിയുടെ പേരുണ്ട്, നൗഷാദ് എന്നുള്ള ഓട്ടോ ഡ്രൈവർ. ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ അദ്ദേഹത്തെ കുറിച്ചിട്ട്? അതെ അതെ. നമ്മുടെ മാൻഹോൾ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങി മരണം ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് നൗഷാദ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്ന സമയത്ത് പലപ്പോഴും നമ്മൾ വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ സൊസൈറ്റി ശരിയല്ല, എന്തെങ്കിലും ഇതിന് എതിരായിട്ട് ചെയ്യണം, നമ്മളെ മാൻഹോളുകൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണം എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്. പക്ഷെ നമ്മളായിട്ട് ഒരു കാര്യവും അതിനു വേണ്ടിയിട്ട് ചെയ്യാൻ ഒരിക്കലും മുന്നോട്ട് വന്നിട്ടില്ല. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പൊതുവെ ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റം ശരിയാവട്ടെ, നമ്മുടെ സൊസൈറ്റി ശരിയാവട്ടെ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്താണ് കേരളത്തിൽ തന്നെ ഒരു 3-4 ചെറുപ്പക്കാർ ചേർന്നിട്ട് മാൻഹോൾ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റോബോട്ടിനെ നിർമ്മിച്ചത്. ബാൻഡിക്കൂട്ട് എന്നാണ് ആ റോബോട്ടിന്റെ പേര്. ബാൻഡിക്കൂട്ട് എന്നുള്ള റോബോട്ട് ഇവരുടെ മനസ്സിൽ വന്ന ഒരു ആശയമാണ്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കേട്ട് വരുന്ന സമയത്ത് ബാൻഡിക്യൂട്ട് എന്നൊരു റോബോട്ട്, എന്തുകൊണ്ട് മനുഷ്യന് പകരം ഒരു റോബോട്ടിനെ ഇറക്കി നമുക്ക് മാൻഹോളുകൾ ക്ലീൻ ചെയ്തുകൂടാ എന്നൊരു ചിന്ത ഇവരുടെ മനസ്സിൽ വന്നു. നമുക്ക് പലപ്പോഴും പല ആൾക്കാർക്കും അങ്ങനെയുള്ള ചിന്തകൾ വന്നു, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്നുള്ള ചിന്തകൾ പലപ്പോഴും പലരുടെയും മനസ്സിൽ വന്നു. പക്ഷെ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ആരും തയ്യാറാവില്ല. ഇവര് ഈ 3-4 ചെറുപ്പക്കാർ ചേർന്ന്, നമ്മൾ കേരളത്തിൽ തന്നെയുള്ള 3-4 ചെറുപ്പക്കാർ ചേർന്നിട്ടാണ് അവരുടെ മനസ്സിൽ വന്ന ചിന്ത. ഇവർ ഓരോരുത്തരും എഞ്ചിനീയേഴ്സ് ആണ്. അവർ പഠിച്ച ടെക്നോളജി എന്താണോ ആ ടെക്നോളജി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം എന്ന് ഇവർ ആലോചിക്കുകയും അതിനു വേണ്ടിയിട്ട് ഒരു റോബോട്ടിനെ നിർമ്മിച്ചെടുക്കുകയും ചെയ്തു. ബാൻഡിക്യൂട്ട് എന്നുള്ള റോബോട്ടാണ് അതിന്, ബാൻഡിക്യൂട്ട് എന്നാണ് അവർ അതിന് പേര് കൊടുത്തത്. ഇവരിത് ചെയ്ത് ഇതിന്റെ പ്രോജക്റ്റ് പ്രപ്പോസൽ വയ്ക്കുന്ന സമയത്ത് ഇത്രയും ഉപകാരപ്രദമായ ഒരു പ്രോജക്റ്റ് അത് ഗവൺമെന്റ് ഏറ്റെടുത്തു. ഗവൺമെന്റ് അത് അവർക്ക് സാങ്ഷൻ ചെയ്തു, അവർക്ക് വേണ്ട സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്തു. അവർക്ക് അങ്ങനെ ഒരു റോബോട്ടിനെ നിർമ്മിച്ചെടുക്കാൻ സാധിച്ചു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ പൊതുവെ സൊസൈറ്റീനെ കുറ്റം പറഞ്ഞിരിക്കും. ഇപ്പൊ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഗോപിനാഥ് മുതുകാടിന്റെ കാര്യം പറയാതെ പോകാൻ പറ്റില്ല ഈ ഒരു കാര്യം പറയുമ്പോൾ. ഗോപിനാഥ് മുതുകാട് അദ്ദേഹം ഒരു പ്രശസ്തനായ മജീഷ്യനാണ്. പക്ഷെ അദ്ദേഹം ഈ മാജിക് ഷോകൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് പുറമെ അദ്ദേഹം സ്ഥിരമായ ഒരു പാറ്റേണിൽ പൊയ്ക്കൊണ്ടിരുന്ന അദ്ദേഹം പലപ്പോഴും ചിന്തിച്ച ഒരു കാര്യമാണ്, എപ്പോഴോ ഒരു ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു ഷോ നടത്തുന്ന സമയത്താണ് അദ്ദേഹം ഇവരുടെ ഒരു അവസ്ഥ കണ്ടിട്ട് ഇവർക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പലപ്പോഴും നമ്മൾ പറയും, അല്ലെങ്കിൽ എന്ന് വളരെ കുറഞ്ഞ പൈസ എന്തെങ്കിലും കൊടുത്ത് നമ്മൾ എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ പറഞ്ഞു അവസാനിപ്പിക്കും. പക്ഷെ അദ്ദേഹം ചിന്തിച്ചത്, അദ്ദേഹത്തിന്റെ കഴിവുകൾ, നമ്മൾ ഈ ഡിസേബിൾ ആയിട്ട് കുട്ടികൾ ഒരുപാട് കഴിവുകളുള്ള മക്കളുണ്ട്. ആ കുട്ടികൾക്ക് എനിക്ക് എന്ത് ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനം ആ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഇട്ടത്. അദ്ദേഹം സ്വന്തമായിട്ട് വേറെ ആരെങ്കിലും ഇത് ചെയ്യട്ടെ, അതല്ലെങ്കിൽ ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രതികരിക്കാം എന്ന് വിചാരിക്കുന്നതിന് പകരം എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ കാര്യം ചെയ്തു. നമ്മള്
അങ്ങനെ അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്തു. അത് പിന്നീട് ഗവൺമെന്റ് ഏറ്റെടുത്തു. കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ ഇതിന്റെ പ്രചാരണം നടന്നു. അവിടെയുള്ള ഓരോ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കും വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഗോപിനാഥ് മുതുകോടിന് സാധിച്ചു. അപ്പൊ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ പലപ്പോഴും വെയിറ്റ് ചെയ്യും. നമ്മുടെ സിസ്റ്റം ശരിയാവട്ടെ, നമ്മുടെ സൊസൈറ്റി ശരിയാവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ചെയ്തു തുടങ്ങട്ടെ, ഇത് വിചാരിച്ച് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കുന്ന കാര്യം പോലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള ആൾക്കാർക്ക്, നമ്മളെ വീട്ടിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഞാൻ ഇതിനെക്കുറിച്ച് ചെയ്യും എന്ന് ആലോചിക്കാറ് പോലുള്ളൂ. ഇപ്പോഴത്തെ സമൂഹത്തിൽ തന്നെ ഒന്നും വേണ്ട, നമ്മൾ കുറച്ചു കാലം മുന്നേ കേട്ട ഒരു സമയമുണ്ട്, ഈ ഷഹബാസിനെ പോലുള്ള കുട്ടികൾ ഒരു കുട്ടീനെ ഒരു റാഗിങ് പോലുള്ള ഒരു സംഭവത്തിൽ കൂടി മരണപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. നമ്മൾ പലപ്പോഴും അതിനെ കുറിച്ചിട്ട് ഇത് ഇങ്ങനെ രീതിയിൽ ചെയ്യാൻ പാടില്ലായിരുന്നു, അയ്യോ അവനത് സംഭവിച്ചു പോയല്ലോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കും. അതുപോലെ നമ്മുടെ സ്കൂളുകളിലേക്ക് ഇപ്പൊ സ്ഥിരമായി കേട്ടുവരുന്ന കാര്യമാണ് ഡ്രഗ് അബ്യൂസിനെ കുറിച്ചുള്ള കാര്യം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അയ്യോ ഇത് സംഭവിച്ചു പോയല്ലോ എന്ന് നമ്മൾ പറയും. നമ്മൾ നമ്മുടെ സൊസൈറ്റിന്റെ കുറ്റവും പറയും. എന്തുകൊണ്ട് സർക്കാർ ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല, എന്തുകൊണ്ട് നമ്മുടെ സൊസൈറ്റി ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഒരിക്കലും നമ്മളായിട്ടൊരു ആക്ഷൻ എടുക്കാൻ നമ്മൾ തയ്യാറാവില്ല. ചിലപ്പോൾ നമ്മളുടെ ഒരു ചെറിയൊരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ ഏതൊരു പ്രശ്നത്തിന്റെയും നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മളെ കൊണ്ട് വലിയൊരു കാര്യം ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ചെറിയ സ്റ്റെപ്പായിരിക്കും പിന്നീട് മറ്റുള്ളവർ ഏറ്റെടുത്ത് അതൊരു വലിയ സമ്മതിലേക്ക് എത്തിക്കുന്നത്. അപ്പോ മൂന്നാമതായിരിക്കും നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫ്രീസ് ആയി പോയി എന്ന് നമ്മൾ തോന്നുന്ന സമയത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ആക്ഷൻ എന്താണോ ആ ആക്ഷൻ മുന്നോട്ട് എടുക്കണം. അതല്ലാതെ നമ്മൾ അവിടെ തന്നെ നിന്നിട്ട് മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ആ ഫ്രീസ് ആയിട്ടുള്ള സാധനം ഫോർമാറ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. നമുക്കും പലപ്പോഴും പല സമയത്തും നമ്മുടെ ജീവിതം സ്റ്റക്കായി പോയിട്ടുണ്ടാവാം. ഓരോ സമയത്തും സ്റ്റക്കായി പോകുമ്പോൾ ഈ 3 മാജിക്കൽ കീസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരും പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, യു ഹാവ് ടു കൺട്രോൾ യുവർ ഫീലിങ്സ് ആൻഡ് react. Second one, alternate your perspective. And third one, act properly at the proper time. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയിട്ടും ചെയ്യാൻ പറ്റണം. നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള 3 മാജിക്കൽ കീസ് നിങ്ങളുടെ മുന്നിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. ആ 3 മാജിക്കൽ കീസ് നമ്മുടെ ജീവിതം ഒരുപാട് സക്സസിലേക്കും നമുക്ക് ഒരുപാട് റിലീഫിലേക്കും നമുക്ക് ഓരോരുത്തരെയും എത്തിക്കാൻ പറ്റും. നമ്മുടെ ജീവിതം ഒരു മാജിക്കൽ ഡേയ്സ് ആയിട്ട് അല്ലെങ്കിൽ മാജിക്കൽ ലൈഫായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ. ഈ 3 ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇന്നത്തെ ദിവസം ഇട്ടുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും ആക്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രീരശ്മി മാം. താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ തന്നെയായിരുന്നു അല്ലെ. നമ്മൾ കീബോർഡിലാണ് കൺട്രോൾ, ആൾട്ട്, ആക്ട് ഇതൊക്കെ കണ്ടിട്ടുള്ളത്. സോ അത് നമ്മുടെ ലൈഫായിട്ട് എങ്ങനെ കണക്റ്റഡ് ആണെന്നുള്ള നല്ലൊരു സെഷൻ തന്നെ മാം ഇന്നിവിടെ
ഷെയർ ചെയ്തു. സോ താങ്ക് യു. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനുള്ള സമയമാണെങ്കിൽ സോ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരാണ് ഫസ്റ്റ് ഷെയർ ചെയ്യാൻ വരുന്നത്? മാജിക് മോർണിംഗ്. സിന്ധു മാം പറഞ്ഞോളൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ല രസമുണ്ട് മാമിന്റെ ക്ലാസ് കേട്ടിരിക്കാൻ. അതിലുപരി നമ്മളെ ജീവിതത്തിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടോപ്പിക് ആയിരുന്നു. എനിക്കിതൊന്ന് മനസ്സിലായ ഒരൊറ്റ പോയിന്റ് എന്താന്ന് വെച്ചാൽ, നമ്മള് ജീവിച്ചിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ആയി തീരണം. നമ്മള് സമൂഹത്തിനും നമ്മളെ കുടുംബത്തിനും വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമ്മൾ പോവാൻ. അതെന്നും ഒരു ഓർമ്മക്കുറിപ്പുകളായിട്ട് എല്ലാരും മൈൻഡിലും ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് മനസ്സിലായ ഒരു പോയിന്റ്. എനിക്ക് നല്ല ക്ലാസ് ആയിരുന്നു മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സിന്ധു മാം, താങ്ക് യു സോ മച്ച്. അടുത്ത ആള് പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മുസ്തഫ സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം നമ്മൾ നേരത്തെ സിന്ധു മാം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്കും അതുപോലെ നമ്മുടെ സമൂഹത്തിനും എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ ചെയ്യുകയായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ശേഷവും അതിനെ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഇത് സമൂഹത്തിന് ഉണ്ടാക്കി നമ്മളെ ഓർക്കാനും കൂടി ആയിരിക്കും. നല്ലൊരു ടോപ്പിക്കാണ് ഇന്നത്തെ. അത് ഒരു ഉദാഹരണം ഇപ്പൊ കോഴിക്കോട് നടന്ന സംഭവമൊക്കെ ഇന്നും അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റേ ആ മൺഹോളിലെ വിഷയം അതൊന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും മറ്റേ റോബോട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. നല്ലൊരു ടോപ്പിക്കായിരുന്നു. ഓക്കെ, താങ്ക് യു. മാജിക് മോർണിംഗ്. പ്രീത മാം പറഞ്ഞോളൂ. ലക്ഷ്മി മാം, സൂപ്പർ ക്ലാസ്. നല്ലൊരു നമുക്ക് ബിമാജിക്കിന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഓരോ ടോപ്പിക്കുകളായിരിക്കും ഓരോ ലീഡേഴ്സും കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ലക്ഷ്മി മാമിനും ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവരുടെ മനസ്സിലേക്കും നല്ല ആഴത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന ഓരോ പോയിന്റുകളായിട്ട് എക്സാമ്പിൾ രൂപത്തിൽ തന്നെ മാം അവതരിപ്പിച്ചു. പിന്നെ ഇപ്പോ നമുക്കറിയാം, നമ്മുടെ മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ നമുക്ക് പല ഇൻസിഡന്റും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒന്നും ആവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അത് തരണം ചെയ്ത് നമ്മൾ അതിൽ ഒതുങ്ങിക്കൂടാതെ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് പറയാം. അതിന് ഒരുപാട് എക്സാമ്പിൾസ് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നല്ലൊരു ക്ലാസ് മാം. അതായത് ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് അങ്ങനെയുള്ള ഒരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പുറത്തേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് പല ആളുകളും പൊതുജനം പല വിധം എന്നല്ലേ. അപ്പൊ പല ആളുകളും പല കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ പിന്തിരിപ്പിക്കാണ്ടാവും. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് ജീവിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. നല്ലൊരു ക്ലാസ്, ഇഷ്ടമായി മാം. താങ്ക് യു സോ മച്ച്. ഇനിയും ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. യെസ്, താങ്ക് യു പ്രീത മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ ഓഡിബിൾ അല്ലേ? ഓക്കെയാണ് മാം. അതെ, ഓഡിയബിൾ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ അടുത്ത ആള് ഇനി ആരെ പറയാനുള്ളത്? അഖില മാം, ഹഫ്നിസ, എവിടെ പോയി എല്ലാരും? അഖില മാം പറയൂ. ബഷീർ സർ. അഖില മാം കേൾക്കുന്നുണ്ടോ? ബഷീർ സർ പറഞ്ഞോളൂ. മാജിക് മോർണിംഗ്. ലക്ഷ്മി മാം നല്ല ടോപ്പിക് ആയിരുന്നു. ഒരു വളരെ ജീവിതത്തില് ഉപകരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സംസാരിച്ചത്. നല്ല നല്ല എക്സാമ്പിൾസ് പറഞ്ഞു. നൗഷാദു, മാളവിക ഹെഗ്ഡെ. ഈ മാളവിക ഹെഗ്ഡെയൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും, സിദ്ധാർത്ഥ ഹെഗ്ഡെക്ക് അയാളുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ അയാളെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ ഡിസ്കസ് ചെയ്തില്ല ഒന്നും. അവരെ ഒരു ഹൗസ് വൈഫായിട്ട് കണ്ടിട്ട് പിന്നെ അവരും അത് സോൾവ് ചെയ്ത് അവർക്ക് ബാക്കിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അവര് SM കൃഷ്ണന്റെ മകളാ, കർണാടകയിലെ ചീഫ് മിനിസ്റ്റർ. പക്ഷെ എന്തായാലും അത് ഓരോരുത്തർ അവരവരുടെ പ്രോബ്ലം സോൾവ്
വീട്ടിലും ഫാമിലിയിലും ഡിസ്കസ് ചെയ്യാതെ സ്വന്തമായിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കുമ്പോൾ അപ്പോൾ ഡെസ്ക് വരുമ്പോൾ തീരുമാനം എടുക്കണം. നല്ല നല്ല എക്സാമ്പിൾസ് ആയിരുന്നു. നല്ലൊരു ടോപ്പിക്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബഷീർ സർ. താങ്ക് യു സോ മച്ച്. ഷീല മാം. ഓക്കെ, ഗുഡ് മോർണിംഗ് രശ്മി മാം ആൻഡ് ഓൾ. തീർച്ചയായിട്ടും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതാണ്. ചെയ്യാനുള്ള ആക്ഷൻ എടുക്കാൻ എല്ലാവർക്കും അറിയാം. പക്ഷെ എല്ലാവരും ഒരു മടിയാണെന്ന് എന്റെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പൊതുവായിട്ടും നമ്മുടെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള OBGയിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്തേക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് പ്രഗ്നൻസി കെയറിനെ കുറിച്ച് സമൂഹത്തിൽ അറിയാൻ പാടില്ലാത്ത ഫസ്റ്റ് ടൈം പ്രഗ്നന്റ് ആകുന്ന ലേഡീസിനൊക്കെ പിള്ളേർക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് നിന്നുകൊണ്ട് എന്തൊക്കെ കെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ചെറുതായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനത് മെയിനായിട്ടും സമൂഹത്തിന് എന്തെങ്കിലും നാം ചെയ്യണ്ടേ എന്നുള്ള ഒരു കണക്കുകൂട്ട് ാണ് കൂടുതലായിട്ടും അതിൽ മുന്നോട്ട് ഇറങ്ങിയത്. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും. മാമിന്റെ ക്ലാസ് വളരെ പ്രചോദനം നൽകുന്നതായിരുന്നു. ഏതൊരു വിഷമഘട്ടങ്ങൾ ഉണ്ടായാലും നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഇനി വിഷമമല്ലാത്ത ഘട്ടങ്ങളിലാണേലും മാനേജ് ചെയ്യാനൊക്കെ ആ 3 പോയിന്റ്സ് വളരെ ഉപകാരപ്പെട്ട നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു ഷീല മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഇനി ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക് പറയാൻ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം, നമ്മുടെ ടൈം ആയിട്ടുണ്ട്. യെസ്, മാജിക് മോർണിംഗ്. മനീഷ പറഞ്ഞോളൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. നമ്മൾ എപ്പോഴും വിഷമഘട്ടമൊക്കെ വരുമ്പോൾ നമ്മളെല്ലാം ഫ്രീസായി പോകും, എല്ലാം സ്റ്റക്കായി പോകും. അന്നേരം നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് ഇത്തരം ഒരു 3 മാജിക്കൽ ടിപ്സ് നമ്മൾ മനസ്സിൽ വെക്കുകയാണെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഇന്ന് പറഞ്ഞത് വളരെ നല്ല എക്സാമ്പിൾസ് ആണ്. അത് പറഞ്ഞത് ലക്ഷ്മി അഗർവാളിന്റെ കാര്യമായാലും ശരി, നമ്മളെ മാളവികയുടെ കാര്യമായാലും ശരി, അങ്ങനെ കൊമിതാൻ ബുദ്ധിക്കാട്, നൗഷാദ്, ഇതൊക്കെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനോടൊരു കണക്ഷൻ എന്ത് വന്നാലും ശരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കും അല്ലെങ്കിൽ നമ്മളെ കുടുംബങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് മൊത്തം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വളരാൻ പറ്റുന്ന ഒരു നല്ല സിറ്റിസൺ ആയിട്ട് മാറാൻ പറ്റുന്ന അതിന് ഉപകരിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു ഇന്ന്. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു വെരി മച്ച്. യെസ്, ഓക്കെ, സോറി, ഫോണൊന്ന് ഹാങ് ആയിപ്പോയി, സോറി കേട്ടോ. ഓക്കെ, മണി സർ, താങ്ക് യു സോ മച്ച്. സോ ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്നാണോ ഈ മൗനത്തിന് അർത്ഥം? മൗനം സമ്മതം എന്ന് പറഞ്ഞതുപോലെ ഇല്ല എന്നാണോ? എല്ലാരും സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. എല്ലാരും ചാടി നീറ്റ് വന്ന് പറയണച്ചിട്ടാണ് ഞാൻ തന്നെ ആദ്യം തുടങ്ങുന്നത്, എന്നിട്ട് എല്ലാരും മടിച്ചിരിക്കുക. യെസ്, ഓക്കെ, അപ്പൊ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വൈൻഡപ്പിലേക്ക് പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ആയിരുന്നു ഞാൻ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി എന്നാലും വൈൻഡപ്പ് ചെയ്യാലോ അല്ലെ? എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, മാം എന്നല്ല, നമ്മുടെ ഒരു ബി മാജിക് കമ്മ്യൂണിറ്റിയിൽ വരുന്ന സെഷൻസ് നമ്മൾ മാക്സിമം നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. എല്ലാവരും ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. പിന്നെ നമുക്കിനി വൈൻഡപ്പ് ചെയ്യാലോ അല്ലെ? രശ്മി മാം എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ ഇനി? ഇല്ല. ഓക്കെ, ശരി. ബഷീർ സർ? ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഫൈൻ. പിന്നെ ഈ ഒരു
യെസ്, ഇന്നത്തെ ഈ ഒരു സെഷൻ എടുത്ത് ശ്രീലക്ഷ്മി മാമിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്തിട്ടുള്ള താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. Thank you, Lakshmi ma'am. Thank you all. Thank you very much. താങ്ക്സ് ഒരു അവസരം തന്നുള്ള നന്ദി ഒന്നും കൂടി അറിയിച്ചുകൊണ്ട് നിർത്താം.